ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം വെബ് സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസാണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ഡിസംബർ 19 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത ഒരു മലയാളം മൂവിയാണ് എക്കോ. സന്ദീപ് പ്രദീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് എക്കോ. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സോണി ലീവ് അല്ലെങ്കിൽ മനോരമയ്ക്ക് സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബർ ലാസ്റ്റ് വീക്കോടെ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി മൂവിയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബർ ലാസ്റ്റ് വീക്കോടെ OTT റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒരു മലയാളം മൂവിയാണ് ഉടുപ്പ്. സുധീർ കരമന, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനിൽ മുഖത്തർ സംവിധാനം ചെയ്തൊരു ഫാമിലി ത്രില്ലർ മൂവിയാണ് ഉടുപ്പ്. മനോരമ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 7 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത ഒരു മലയാളം മൂവിയാണ് ജീവൻ. സിനു, സിദ്ധാർത്ഥ്, സുനിൽ പണിക്കർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനോദ് നാരായണ രചനയും സംവിധാനം നിർവഹിച്ചൊരു ഫാമിലി ത്രില്ലർ മൂവിയാണ് ജീവൻ. മനോരമ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 7 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അഷ്കർ സൗദാൻ, ഷഹീൻ സിദ്ദിഖ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഫാമിലി ത്രില്ലർ ചിത്രമാണ് ബെസ്റ്റി. മനോരമ ആണ് ഇതിന്റെ കമ്മ്യൂണിസ്റ്റ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മലയാളം മൂവിയാണ് ഇന്നസെന്റ്. അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അനാർക്കലി മെരിക്കാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സതീഷ് തൻവി സംവിധാനം ചെയ്തൊരു കോമഡി മൂവിയാണ് ഇന്നസെന്റ്. ഇതിന്റെ OTT റൈറ്റ്സ് മനോരമ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബറോടെ OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് കാന്ത. ദുൽഖർ സൽമാനെ കേന്ദ്ര കഥാപാത്രമാക്കി സെൽവമണി സെൽവരാജ് രചനയും സംവിധാനം നിർവഹിച്ചൊരു ത്രില്ലർ ചിത്രമാണ് കാന്ത. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡിസംബർ 12 ഈ മൂവിയുടെ OTT റിലീസ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രത്തീന രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്യും നികത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബറോടെ OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ട്രോൾ 2. റോർ ഉദോക് സംവിധാനം ചെയ്തൊരു നോർവീജിയൻ മോൺസ്റ്റർ ചിത്രമാണ് ട്രോൾ 2. ഈ മൂവി നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് ഉൻപാർവെയിൽ. സൺനെക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന ഒരു മൂവിയാണ് ഉൻപാർവെയിൽ. ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ്. ഡിസംബർ 19 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. ഒരു മലയാളം മൂവിയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഷംല ഹംസയെ കേന്ദ്ര കഥാപാത്രമാക്കി ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്തൊരു ഫാമിലി മൂവിയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഏറ്റവും നല്ല നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ച മൂവി കൂടിയാണ് ഫെമിനിച്ചി ഫാത്തിമ. മനോരമ ഡിസംബർ 12 മുതൽ ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു സീരീസാണ് പേഴ്സി ജാക്സൺ ആൻഡ് ദി ഒളിമ്പ്യൻസ്. ഒരു ഫാന്റസി അഡ്വഞ്ചർ സീരീസ് ആണ് പേഴ്സി ജാക്സൺ ആൻഡ് ദി ഒളിമ്പ്യൻസ്. ഡിസംബർ 10 ഡിസ്നി പ്ലസിലൂടെ 2 എപ്പിസോഡുകൾ ലഭ്യമാകും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് മെറോ. ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് മെറോ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഡിസംബർ 10 ഈ മൂവി റിലീസ് ചെയ്യും. അടുത്തൊരു ദക്ഷിണ കൊറിയൻ മൂവിയാണ് ദി ഗ്രേറ്റ് ഫ്ലഡ്. ഒരു ദക്ഷിണ കൊറിയൻ സയൻസ് ഫിക്ഷൻ ഡിസാസ്റ്റർ മൂവിയാണ് ദി ഗ്രേറ്റ് ഫ്ലഡ്. ഡിസംബർ 19 നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ് ദേശ്പാണ്ഡെ. മാധുരി ദീക്ഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗേഷ് കുക്നൂർ സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസ് ആണ് ദേശ്പാണ്ഡെ. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഡിസംബർ 19 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് വേക്കപ്പ് ഡെഡ് മാൻ. റിയാൻ ജോൺസൺ രചനയും സംവിധാനം നിർവഹിച്ചൊരു അമേരിക്കൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് വേക്കപ്പ് ഡെഡ് മാൻ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 12 മുതൽ ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് എ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡംസ്. ഒരു അമേരിക്കൻ ഫാന്റസി ഡ്രാമ സീരീസ് ആണ് എ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡംസ്. HBOയിലൂടെ ജനുവരി 18 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദ ഗ്രേറ്റ് ഷംസുദ്ദീൻ ഫാമിലി. ഒരു ഫാമിലി കോമഡി ഡ്രാമ മൂവിയാണ് ദ ഗ്രേറ്റ് ഷംസുദ്ദീൻ ഫാമിലി. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഡിസംബർ 12 മുതൽ ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് സാലി മൊഹബത്ത്. രാധിക ആപ്റ്റയെ കേന്ദ്ര കഥാപാത്രമാക്കി ടിസ്ക ചോപ്ര രചനയും സംവിധാനം നിർവഹിച്ചൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് സാലി മൊഹബത്ത്. C5 ഡിസംബർ 12 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് ഫോൾ ഔട്ട്. ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഡ്രാമ സീരീസ് ആണ് ഫോൾ ഔട്ട്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഡിസംബർ 17 മുതൽ ഈ സീരീസ് റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് സിംഗിൾ പപ്പ. ഫാമിലി കോമഡി സീരീസ് ആണ് സിംഗിൾ പപ്പ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 12 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് റിയൽ കാശ്മീർ ഫുട്ബോൾ ക്ലബ്. മുഹമ്മദ് സീഷാൻ അയൂബ്, മാനവ് കോൾ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്.
ഇതൊരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. ഒരു നടൻ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. ഡിസംബർ 9 മുതൽ സോണി ലിവിലൂടെ ഈ സീരീസ് റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഏക് ദീവാനെ കി ദീവാനിയത്. ഹർഷവർദ്ധൻ റാണയെയും സോനം ബജുവയെയും കേന്ദ്ര കഥാപാത്രമാക്കി മിലാപ് സവേരി രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ഏക് ദീവാനെ കി ദീവാനിയത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 16 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് സിംഗിൾ സാൽമ. ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് സിംഗിൾ സാൽമ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 26 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് രാത് അകേലി ഹെ. ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് രാത് അകേലി ഹെ. ഡിസംബർ 19 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് സൂപ്പർമാൻ. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ സൂപ്പർ ഹീറോ ചിത്രമാണ് സൂപ്പർമാൻ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 11 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും.